രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മന്ദാകിനി കിടക്കയുരിച്ചപ്പോൾ സൂര്യനാരായണൻ അതിൽ കയറി കിടന്നു. സൂര്യനാരായണൻ നോക്കുപോലും ചെയ്യാതെ അവിടെ കണ്ട സോഫയിലിരുന്ന് ടീപ്പോയിലിരുന്നൊരു പഴയ മാഗസിൻ എടുത്ത് മറിച്ച് വായിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കോങ്കണ്ടുകൊണ്ട് സൂര്യനാരായണൻ നോക്കി. കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അയാൾ അവളെ ക്ഷണിച്ചു. വാ, നിനക്കെന്റെ കൈത്തണ്ടി കിടന്ന് നെഞ്ചത്ത് വിരലോടിച്ചതിനോട് വർത്താനം പറയണ്ടേ? വാ. വേണ്ട, എനിക്കൊന്നും പറയണ്ട. നീയല്ലേ മുംബൈയിൽ നിന്നും പറഞ്ഞ് തറവാട്ടിലെന്ന് ആദ്യമായിട്ട് നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ കിടക്കാനെന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്നെ കിടത്തിയില്ലല്ലോ, എന്നെ ഓടിച്ചില്ലേ? അന്ന് നീ എൻ്റെ വാടക. അത് പറഞ്ഞത് ഒരു അബദ്ധം പറ്റിയതുപോലെ സൂര്യനാരായണൻ പെട്ടെന്ന് തന്നെ വായടച്ചു. അത് കേട്ടത് മന്ദാകിനി സൂര്യനാരായണനും തുറിച്ചു നോക്കി. സൂര്യനാരായണൻ ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ അവളുടെ പ്രതികരണം അറിയാണ്ട് നോക്കി നിന്നുപോയി. ഇരുവർക്കും ചിരി പൊട്ടി. പെട്ടെന്ന് മന്ദാകിനി ചാടിയണീറ്റ് സൂര്യനാരായണന്റെ കൂടെ ചേർന്ന് കിടന്നു. അവൾ അന്നത്തെ ആ സംഭവം പതുക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇങ്ങോട്ട് മാറിക്കിടക്ക്, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തമ്മിൽ മുട്ടിക്കിടക്കുന്നത്. മന്ദാകിനി വിരിച്ച കിടക്കയിൽ സൂര്യനാരായണൻ കയറി കിടന്നതേയുള്ളൂ. കൂടെ മന്ദാകിനിയും ചേർന്ന് കിടക്കാൻ വന്നപ്പോഴാണ് അയാൾ അങ്ങനെ അലറിയത്. ഞെട്ടിപ്പോയ അവൾ ബെഡിന്റെ ഒരറ്റത്ത് മാറിക്കിടന്നു. കൂടെ കിടക്കുന്ന പുരുഷന്റെ ഇത്തരം പെരുമാറ്റത്തിൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീയിൽ സങ്കടവും തേങ്ങലുമാണ് വരേണ്ടതെങ്കിൽ ഇവിടെ മന്ദാകിനിയിൽ ഒരു ചമ്മലിച്ചിരി ദേഷ്യവും കൂടെ കള്ള പുഞ്ചിരിയുമാണ് ഉണ്ടായത്. ദുഷ്ടൻ, തൊടാൻ വിടില്ല. ബലിഷ്ടമായ കൈത്തണ്ടയിൽ തലചേർത്തുകൊണ്ട് വിരിഞ്ഞുകിടക്കുന്ന രോമാവൃതമായവന്റെ മാറിൽ വിരലോടിച്ച് അവനോട് കൊഞ്ചിക്കൊഴഞ്ഞു കിടക്കാൻ മോഹിച്ച അവൾക്ക് അവന്റെ പൊട്ടിത്തെറിയൊരു തിരിച്ചടിയായി. പിന്നെ എന്തിനാ കെട്ടിയെഴുന്നേൽ ചെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവൾക്കങ്ങനെ ചോദിക്കാതിരിക്കാനായില്ല. എടി പുള്ളേ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. ഊവ്. അവൾ പരിഭവത്തോടെ മൂളി. എങ്കിലാ ലൈറ്റ് അണക്ക്, എനിക്ക് ഉറങ്ങണം. ബെഡ് കോട്ടിന്റെ സൈഡിലുള്ള സ്വിച്ച് ഓഫ് ചെയ്ത് റൂമിലെ ലൈറ്റ് അണച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സൂര്യനാരായണന്റെ കൂർക്കം വലി കേട്ടു. ഈശ്വര, ഇയാൾക്കിതെങ്ങനെ സാധിക്കുന്നു? സുന്ദരിയായ ഒരു പെണ്ണിനെ തഞ്ചത്തിൽ കിട്ടിയിട്ടും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിഷ്കളം കെട്ടി കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? അവൾക്ക് അത്ഭുതം തോന്നി. ഒപ്പം തന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയോട് പുച്ഛവും. അല്ലെങ്കിൽ ആരായി സൂര്യനാരായണൻ? ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ സൗന്ദര്യവും പണം ഒരുപോലെ അനുഗ്രഹിച്ചൊരു യുവാവ്. എന്തിനാ വിവാഹം പോലും കഴിക്കാൻ താൻ ഇയാളോടൊപ്പം യാത്ര പുറപ്പെട്ട്? എന്തിനാണ് ഇയാളുടെ കിടപ്പറയിൽ കഴിയുന്നത്? അതൊരു കഥയാണ്. സൂര്യനാരായണന്റെ കൂടെ യാത്ര ഇരിക്കാനുള്ള കഥയുടെ കാരണം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അച്ഛൻ്റെ ചികിത്സക്കായുള്ള പണം കണ്ടെത്താനാവാതെ കഷ്ടപ്പെടുന്ന അമ്മ. ആ അമ്മയുടെ മുന്നിൽ ദൈവം കൊണ്ടുവച്ച വഴിയായിരുന്നു ഈ സൂര്യനാരായണന്റെ കൂടെ മുംബൈയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര. സൂര്യനാരായണൻ മുംബൈയിൽ ഒരു IT സൊല്യൂഷൻ കമ്പനി നടത്തുകയാണ്. അവരുടെ കമ്പനി സെലിബ്രേഷനിൽ ഒരു പ്രാവശ്യം അമ്മയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൂര്യനാരായണനെ അമ്മ പരിചയപ്പെടുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയൊരു കമ്പനിയുടെ തലപ്പത്തിരിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മിടുക്ക് അമ്മ പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്. മഹാരാഷ്ട്ര മറാത്തി ഹെറിറ്റേജ് കൾച്ചറിന്റെ നാടകവേദിയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന നടിയായിരുന്നു അമ്മ. പ്രായമായപ്പോൾ ആ സ്ഥാനത്ത് മറ്റു ചിലർ കടന്നു വന്നതോടുകൂടി അമ്മയ്ക്കുള്ള അവസരം നഷ്ടമായി. അതിനുശേഷം മഹാരാഷ്ട്രയുടെ സംസ്ഥാന നൃത്തമായ ലാവണി ഡാൻസ് പഠിപ്പിക്കുന്നതിലെ അമ്മയുടെ ശ്രദ്ധ. ആദ്യ അവസരങ്ങളിൽ ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. സമാന്തര നൃത്ത വിദ്യാലയങ്ങൾ പലയിടത്തുമായപ്പോൾ ആ വരുമാനവും കുറഞ്ഞു വന്നു. എങ്കിലും ഇപ്പോഴും ഇതേ ഫീൽഡിൽ തുടരുന്നു. അസുഖം വന്നതോടുകൂടി മുനിസിപ്പൽ ശിപ്പായി ആയിരുന്ന അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാതെയായി. സൂര്യനാരായണനെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ള അറിവേ തനിക്കുള്ളൂ. കേരളത്തിൽ കേളികേട്ട ഏതോ ഒരു വലിയ തറവാട്ടിൽ അംഗമാണ് സൂര്യനാരായണൻ. അച്ഛനമ്മമാർ നേരത്തെ മരിച്ചുപോയതിനാൽ മുത്തച്ഛൻ്റെ കീഴിലാണ് വളർന്നത്. ഉപരിപഠനത്തിന് മുംബൈയിൽ പഠിക്കാനെത്തിയ സൂര്യനാരായണൻ ഇതിനിടയിൽ മുംബൈയിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. കാമുകിയോടുള്ള സ്നേഹം കൊണ്ടും ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും പഠനത്തിന് ശേഷം നാട്ടിലെത്തിയിട്ടും സൂര്യനാരായണന്റെ മനസ്സ് മുംബൈയിൽ തന്നെ അലഞ്ഞു. ഇത് മനസ്സിലാക്കിയ മുത്തശ്ശൻ തനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാൻ വേണ്ടി പണം നൽകി സൂര്യനാരായണനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മുംബൈയിൽ പഠിക്കുമ്പോൾ പരിചയമുള്ളൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരു കമ്പനിയിൽ പാർട്ട്ണറാകാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റിയായ മുംബൈയിൽ സൂര്യനാരായണനെ പോലുള്ളൊരു MBAക്കാരന് നന്നായി വളരാൻ പറ്റി. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കൂടിയപ്പോൾ പട്ടണത്തിൽ തന്നെ പലയിടത്തും പുതിയ പുതിയ കമ്പനികൾ തുടങ്ങി. ഇതിനിടെ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. മുത്തശ്ശനോട് അറിയിച്ചപ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ തൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച മുത്തശ്ശൻ അതിന് മാത്രം എതിരി നിന്നു. കാരണം മുത്തശ്ശൻ തൻ്റെ പേരക്കുട്ടികളെ വധുവായി നാട്ടിലുള്ള ഏതോ ഒരു വലിയ തറവാട്ടിൽ നിന്നും സുന്ദരിയായ പെണ്ണിനെ ആലോചിച്ചിരുന്നു. മുംബൈയിലുള്ള പെൺകുട്ടിയുമായി സ്നേഹക്കുരുക്കിലായിരുന്ന സൂര്യനാരായണന് മുത്തശ്ശൻ്റെ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. തുടർന്ന് 1-2 പറഞ്ഞ് പിണങ്ങി തൽക്കാലം വിവാഹം വേണ്ടെന്ന് പറഞ്ഞ പേരക്കിടാവ് മുംബൈയിലെത്തി. എന്നാൽ ഡേറ്റ് ഫിക്സ് ചെയ്ത് അടുത്ത ആഴ്ച ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വിവരം വിളിച്ചറിയിച്ചപ്പോൾ തകർന്നുപോയി അദ്ദേഹം. ഇന്നത്തെ കുട്ടികൾ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല, അങ്ങനെ സമ്മതിച്ചു കൊടുത്തേക്കും വാസ്തവൻ എന്ന് മുത്തശ്ശന്റെ സമപ്രായത്തിലുള്ള പലരും മുത്തശ്ശനെ ഉപദേശിച്ചതിനനുസരിച്ച് വിവാഹത്തിന് അന്ന് മാത്രം മുംബൈയിലെത്തി. ആ ചടങ്ങുകൾ കണ്ട ശേഷം അന്ന് തന്നെ മുത്തശ്ശൻ നാട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു.
കുറച്ചുനാൾ തൻ്റെ കൂടെ മുമ്പിൽ കഴിയാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ മുത്തശ്ശൻ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വാശിയും വൈരാഗ്യവും പോയി മറഞ്ഞു. മുത്തശ്ശൻ നല്ല പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ സൂര്യനാരായണന് അത് വല്ലാത്ത സങ്കടമായി മാറി. അരുമയായി തന്നെ വളർത്തിയ മുത്തശ്ശനെ ധിക്കരിച്ച് യാദൃശികമായി പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത് കല്യാണം കഴിക്കേണ്ടി വന്ന സാഹചര്യത്തെ സ്വയം ശപിച്ചുകൊണ്ട് സൂര്യനാരായണൻ ഭാര്യയോടൊത്ത് മുംബൈയിൽ അങ്ങനെ കഴിയുകയാണ്. അപ്പോഴാണ് ആ ദുരന്തം വന്നുപെട്ടത്. പട്ടയിലും തായ്ലൻഡിലൊക്കെ ഹണിമൂൺ ആഘോഷിച്ച് വീട്ടിലേക്കും വരും വഴി ആ ഒരു ആക്സിഡന്റ്. സൂര്യനാരായണനും ഭാര്യയും സഞ്ചരിച്ച കാറ് ഒരു കണ്ടെയ്നർ ലോറിയിൽ തട്ടി. നിയന്ത്രണം വിട്ട കാറ് റോഡിന്റെ സൈഡിലുള്ള താഴ്ചയിലെ കൊക്കയിലേക്ക് മറിഞ്ഞു. ഇടയിൽ തുറന്ന ഡ്രൈവിംഗ് സൈഡിലുള്ള ഡോറിൽ നിന്ന് സൂര്യനാരായണൻ രക്ഷപ്പെട്ടു. ഭാര്യ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആ വിവരം അപ്പൂപ്പനെ അറിയിക്കാതെ അവനിതുവരെ കൊണ്ടുനടക്കുകയായിരുന്നു. അപ്പൂപ്പന് അസുഖമായപ്പോഴാണ് അവനെ നാട്ടിലേക്ക് വിളിപ്പിച്ചത്. നാട്ടിലുള്ള ഭീമമായ സ്വത്തുക്കളുടെയും കരുതൽ പണത്തിന്റെ ഏക അവകാശിയായ അപ്പൂപ്പൻ അതൊക്കെ അവന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും റെക്കോർഡുകൾ മാറ്റി എഴുതാൻ വേണ്ടിയുമാണ് അവനെ വിളിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് ഈ യാത്ര. കൂടെ ഭാര്യയില്ലാതെ പോയാൽ അപ്പൂപ്പന് വിഷമാവെന്ന് കരുതിയാണ് ഭാര്യയെ തന്നെ വാടകയ്ക്കെടുത്തത്. സൂര്യനാരായണ അവന്റെ അവസ്ഥയെല്ലാം തന്റെ അമ്മയോട് തുറന്നു പറഞ്ഞാണ് തന്നെ ഈ ഒരു നിയോഗത്തിന് അദ്ദേഹത്തിന്റെ കൂടെ വിട്ടത്. തനിക്കിത് കേട്ടപ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു. ഒരു മനുഷ്യന്റെ കൂടെ ഭാര്യയായി കുറച്ച് ജീവിക്കാൻ പോവുക. കുഞ്ഞുനാളെ അച്ഛൻ്റെ കൂടെ മഹാരാഷ്ട്രയിൽ വന്ന അമ്മ ഇവിടുത്തെ വൃത്തികെട്ട ചില ചേരിയിലെ സംസ്കാരം തന്നെ പഠിപ്പിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോയതുകൊണ്ട് താൻ ബഹളം വെച്ചു. ഇവിടുത്തെ ചില മറാഠി വേശ്യകളെപ്പോലെ എന്നെ അങ്ങനെ ആക്കാനാണോ എന്നാണ് അമ്മയുടെ ഭാവം. കാരണം പുകച്ചൊരടിയായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്നുള്ള മറുപടി. ശേഷം ഒറ്റ കരച്ചിലായിരുന്നു. എൻ്റെ മോളെ ഞാൻ അങ്ങനെ ചെയ്യും. അതിനു വേണ്ടിയാണോ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ MBA വരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്? നിനക്കൊരു ജോലിക്ക് വേണ്ടി ആ സൂര്യനാരായണൻ്റെ കമ്പനി പോയപ്പോൾ നിന്റെ മുഖം കണ്ടപ്പോഴാണ് അവൻ്റെ സങ്കടാവസ്ഥ പറഞ്ഞ് നിനക്ക് ജോലി തരാമെന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞു. അതിനു മുമ്പായിട്ട് അവന് ഈ ഒരു സഹായം ചെയ്തു കൊടുക്കണം. അത്രയേ വേണ്ടൂ. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ വാ എൻ്റെ കൂടെ, നിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട്. എൻ്റെ മൊബൈലിൽ നിന്ന് നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവന് ചില ഭാവമാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നെ ജോലിക്കെടുക്കുന്നെന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണ് നിന്നെ സെലക്ട് ചെയ്ത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അവൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ മുഖച്ഛായ നിനക്കുണ്ട് എന്നാണ് നിന്റെ ക്വാളിഫിക്കേഷൻ. എങ്കിലും എന്നോട് അവൻ താഴ്മയായിട്ടൊരു കാര്യം അപേക്ഷിച്ചു. അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യയായിട്ടുള്ളൊരു വേഷം ചെയ്യണമെന്ന് മാത്രം. അവൻ വളരെ സിൻസിയറായിട്ട് ആ കണ്ടീഷൻ വെച്ചപ്പോൾ എനിക്ക് സമ്മതം മൂളേണ്ടി വന്നു. MBA സ്റ്റുഡൻ്റ് ആണെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് നോക്കേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് അവൻ അപ്പോൾ തന്നെ ജോലിയും വാഗ്ദാനം ചെയ്ത്. അപ്പോൾ തൊട്ട് സൂര്യനാരായണനൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തനിക്കും തോന്നി. അങ്ങനെയാണ് അമ്മയുടെ കൂടെ ചെല്ലാൻ സമ്മതിച്ച്. കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ തന്നെ ഒരു ദിവസം അമ്മ സൂര്യനാരായണൻ്റെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുരടനായ ഏതൊരു യുവാവിൻ്റെ മുഖമായിരുന്നു അതുവരെ മനസ്സിൽ. എങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലെവിടെയോ ഈ മുഖമുള്ള പോലെ തോന്നിപ്പോയി. പ്രതീക്ഷിച്ച പോലെ തന്നെ കലിപ്പനാണെങ്കിലും ആ നിഷ്കളങ്ക ഭാവവും പെരുമാറ്റവും ജന്മനാ തന്നെ നിഴലിക്കുന്ന ഒരു ഒഫീഷ്യൽ കൾച്ചർ ലുക്കും തന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ സൂര്യനാരായണനോട് സംസാരിച്ചപ്പോൾ തൊട്ട് അമ്മയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ശരിയമ്മേ, ഞാൻ പോയേക്കാം. പുള്ളി അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നിയില്ല. അതേ മോളെ, ഞാൻ പറഞ്ഞില്ലേ ആള് പാവ. അങ്ങനെ യാത്രക്കുള്ള എല്ലാ സന്നാവുമായി സൂര്യനാരായണന്റെ ബെൻസ് കാറിൽ ഈ തറവാട്ടിലെത്തി. യാത്രയുടെ തുടക്കത്തിൽ അല്പം ഭയം തോന്നിയെങ്കിലും പിന്നെ അവൻ്റെ കളി തമാശകളിൽ താൻ അറിയാതെ മുഴുകുകയായിരുന്നു. മൊബൈലിൽ നിന്ന് കേരളത്തിലെത്തിയത് അറിഞ്ഞില്ല. തന്നെ യാത്രയാക്കുമ്പോൾ അമ്മ വളരെ ആഹ്ലാദവതിയായിരുന്നു. ഭാര്യയായി തൽക്കാലം കൂടെ ചെന്നാൽ സുന്ദരിയായ തന്നെ ഒരുപക്ഷെ അവൻ്റെ സ്ഥിരം ഭാര്യയാക്കി മാറ്റാനുള്ള ഒരു ആഗ്രഹം അവനിൽ ജനിച്ചാൽ അത് അമ്മയ്ക്ക് സ്വപ്നം കാണാനാവുന്നതിൽ അപ്പുറമുള്ള സൗഭാഗ്യമാണെന്ന് കരുതുന്നുണ്ടാവും. അതാണ് വിവാഹം പോലും കഴിക്കാതെ തന്നെ ഈ സൂര്യനാരായണന്റെ കൂടെ ഇങ്ങനെ സ്വതന്ത്രയായി പോവാൻ അനുവദിച്ച്. എന്താ എഴുന്നേൽക്കുന്നില്ലേ? ഇതിന് മുമ്പേ ഇല്ല. ഇവിടെ അതിരാവിലെ എണീറ്റ് പെണ്ണുകൾ കുളിച്ച് അടുക്കളയിൽ പ്രവേശിക്കുന്ന ആ ചടങ്ങ്. പുതപ്പൊക്കെ നീങ്ങി ബെഡിന്റെ മധ്യത്തിൽ മലന്ന് കിടന്നുറങ്ങുന്ന മന്ദാകിനി സൂര്യനാരായണന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. സൂര്യനാരായണൻ രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് അലമാരിയിലെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യി കണ്ണാടിയിൽ കാണുന്ന മന്ദാകിനിയുടെ പ്രതിബിംബത്തോട് ചോദിച്ചു. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഹലോ, ഒരു ബെഡ് കോഫി ഇട്ട് എന്താ വഴി? കിടന്ന കിടപ്പിലൊന്ന് മൂരി നിറഞ്ഞ ശേഷം അവൾ ചോദിച്ചു. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. ഇതിലെ നേരെ പോയി അടുക്കളയിലേക്ക് എത്തും. അവിടെ ജാനി ചേച്ചി ഉണ്ടാവും. അവൾ എഴുന്നേറ്റ് ഫ്രഷായി വന്ന ശേഷം അടുക്കളയിലേക്ക് പോയി. തിരിച്ചു വന്ന അവളുടെ കയ്യിൽ 2 കോഫി ഉണ്ടായിരുന്നു. ഒരു കപ്പ് സൂര്യനാരായണന് നീട്ടി അവൾ പറഞ്ഞു. ഞാനുണ്ടാക്കിയതാ, കുടിച്ചു നോക്കൂ. വാങ്ങി കുടിക്കാൻ മുത്തശ്ശി റൂമിലേക്ക് കടന്നു വന്നു. മോനെ സൂര്യ, 10 മണിയാകുമ്പോഴേക്ക് രജിസ്റ്റർ ഓഫീസിലെത്തണം. ഒരുങ്ങിക്കോളൂ. ശരി മുത്തശ്ശ. 10% ഷെയർ ചാറ്റിക്ക് മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള മുത്തശ്ശൻ തൻ്റെ കൊച്ചുമകൻ സൂര്യനാരായണന്റെ പേരിൽ എഴുതി കൊടുത്തു. മുത്തശ്ശന്റെ കാലശേഷം സ്വത്തും തറവാടും അന്യാധീനപ്പെട്ട് നശിക്കാതിരിക്കാനായി സൂര്യനാരായണൻ അത് സസന്തോഷം സ്വീകരിച്ചു. മോനെ സൂര്യനാരായണ, ഇനി ഒന്ന് ബാങ്കിലേക്ക് കൂടി പോവാനുണ്ട്. അവൻ മുത്തശ്ശനെയും കൊണ്ട് ബാങ്കിലേക്ക് പോയി. ബാങ്ക് മാനേജറുടെ ക്യാബിനിൽ പോയി മുത്തശ്ശൻ എന്തോ സംസാരിച്ച ശേഷം മടങ്ങി വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞു സഞ്ചി ഉണ്ടായിരുന്നു. തിരിച്ചെല്ലാവരും തറവാട്ടിലേക്ക് മടങ്ങി. രജിസ്ട്രേഷൻ പ്രമാണങ്ങൾ റെഡിയായി വരും വരെ 2 ദിവസം കൂടി തറവാട്ടിൽ തങ്ങാൻ മുത്തശ്ശൻ സൂര്യനാരായണനോട് ആവശ്യപ്പെട്ടു. സൂര്യനാരായണൻ അതനുസരിച്ച് 2 ദിവസം കൂടി തങ്ങാൻ തീരുമാനിച്ചു. പകൽ സമയങ്ങളിൽ മുത്തശ്ശന്റെ കൂടെ പാടത്തും വരമ്പത്തും പോയി ഇരുവരും സമയം കളഞ്ഞു.
രാത്രിയാകുമ്പോൾ ഒരു റൂമിലാണെങ്കിലും ഇരുവർക്കും വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ അവർ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇരുവരുടെയും ഉള്ളു തുറന്നുള്ള സംസാരത്തിൽ അവർ തങ്ങളെ തന്നെ മറന്നു പരസ്പരം അതിൽ ലയിച്ചു. സൂര്യനാരായണന് മന്ദാകിനിയുടെ പെരുമാറ്റവും സംസാരവും ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മന്ദാകിനിക്കും സൂര്യനാരായണന് വളരെ ഇഷ്ടമായി. ഡോക്യുമെന്റ്സ് കിട്ടിയതോടെ സൂര്യനാരായണനും മന്ദാകിനിയും പോവാനൊരുങ്ങിയപ്പോൾ മുത്തശ്ശൻ മന്ദാകിനിയെ തന്റെ സമീപം വിളിച്ച് പറഞ്ഞു, 2 കോടി രൂപ കാശായിട്ട് ഞാൻ എൻ്റെ പേരമകൾക്ക് നൽകുന്നു. മുത്തശ്ശന്റെ ആ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സൂര്യനാരായണൻ നടുങ്ങി. അതോടൊപ്പം തന്നെ മന്ദാകിനി ഒന്ന് ഞെട്ടി. സൂര്യനാരായണന്റെ വാടക ഭാര്യയായ താൻ മുത്തശ്ശന്റെ കാഴ്ചപ്പാടിൽ അങ്ങേരുടെ പേരമകളാണ്. എന്തായാലും ഇതുപോലെ ധനാഢ്യനായ ഒരു മുത്തശ്ശൻ പേരമകൾക്ക് എന്തെങ്കിലും നൽകാതിരിക്കില്ല. അതാണ് ആ സമ്മാനം. മുത്തശ്ശൻ നൽകിയ ആ നോട്ടുകെട്ടിലടങ്ങിയ സഞ്ചി മന്ദാകിനി സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അത് കാണുക സൂര്യനാരായണന്റെ നെറ്റി ചുളിഞ്ഞു. എന്നാൽ യാതൊരു സങ്കോചവും കൂടാതെ മന്ദാകിനി ഇത് അപ്പടി സൂര്യനാരായണന് കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയുടെ എന്തും ഭർത്താവിനുള്ളതല്ലേ, ഇതിരിക്കട്ടെ. സൂര്യനാരായണ ആലോചിച്ചു. ഇവളെന്തുകൊണ്ടും തന്റെ ഭാര്യയാക്കാൻ യോഗ്യതയുള്ളവൾ തന്നെ. മുംബൈയിലെത്തിയ സത്യനാരായണ പിറ്റേന്ന് തന്നെ മന്ദാകിനിക്ക് തന്റെ കമ്പനിയിൽ ജോലി നൽകി. തുടർന്ന് സൂര്യനാരായണൻ തന്നെ തനിക്ക് മന്ദാകിനിയെ കല്യാണം കഴിക്കണമെന്ന് തന്റെ ആഗ്രഹം മന്ദാകിനിയുടെ അമ്മയോട് പറയുകയായിരുന്നു. അങ്ങനെ സൂര്യനാരായണൻ മന്ദാകിനിയെ വിവാഹം ചെയ്തു. ഇപ്പോൾ അവൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കുറച്ച് ദിവസങ്ങളായി മുത്തശ്ശന് വയ്യായിക കൂടിയിരുന്നു. അങ്ങനെ ഭാര്യ മന്ദാകിനിയെയും കൂട്ടി സൂര്യനാരായണൻ തറവാട്ടിലേക്ക് വന്നതായിരുന്നു. ഇന്നലെ മുത്തശ്ശൻ മരണപ്പെട്ടു. മുത്തശ്ശന്റെ സ്മരണ നിലനിൽക്കുന്ന ആ തറവാട്ട് വീട്ടിൽ കുറച്ച് ദിവസം തങ്ങിയിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്താ ഇങ്ങനെ ഓർക്കുന്നത്? സൂര്യനാരായണൻ മന്ദാകിനിയുടെ ചെവിക്കരികൾ ചുണ്ടി ചേർത്ത് ചോദിച്ചു. അപ്പോഴാണ് മന്ദാകിനി ചിന്തയിൽ നിന്ന് ഉണർന്നു. ഞാനിവിടെ ഇങ്ങനെ കിടക്കാനുണ്ടായ സാഹചര്യം ഒന്ന് റീവൈൻഡ് ചെയ്യുകയായിരുന്നു എൻ്റെ പൊന്നെ. എന്നിട്ടെല്ലാം കണ്ടോ? എല്ലാവരും സ്വപ്നത്തിലെന്ന പോലെ ഞാൻ കണ്ടു. സൂര്യനാരായണന്റെ ബലിഷ്ഠമായ കൈത്തണ്ടയിൽ കവിൾ ചേർത്ത് അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടക്കവേ അവൻ്റെ മറ്റേ കരങ്ങൾ കൊണ്ട് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു.